വിഷുവിൻ്റെ തലേന്ന് എടുത്ത് വെച്ച വീഡിയോ അങ്ങനെ വീണ്ടും ഗാലറിയിൽ നമ്മൾ പൊക്കിയിട്ടുണ്ട്. ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് രാത്രി നമ്മൾ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്നറിഞ്ഞ ഏട്ടൻ നേരെ എന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയത്. ആദ്യമായിട്ടാണ് ഇവിടേക്ക് ഞാൻ പോകുന്നത് കേട്ടോ. എനിക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു കടയുണ്ടെന്ന് അറിയില്ല. ഇവിടെ ധാബ ഉണ്ടായിരുന്നു, പക്ഷേ അതിങ്ങനെയാക്കിയെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആദ്യമായിട്ട് അവൾ എന്നെ ധാബയെ കൊണ്ടുവന്നപ്പോൾ വന്നിട്ടുണ്ട്. അല്ലാത്ത എപ്പോഴാണ് വരുന്നത്. നമ്മൾ എവിടെ ചെന്നാലും മെനു കാർഡ് ഫുൾ അടിച്ച് പറക്കിയിട്ട് അവസാനം ചേട്ടൻ ബിരിയാണി ഇല്ലേ അങ്ങനെ ചോദിക്കില്ലേ, ആ ഒരു പരിപാടിയായിട്ട് ഞാനും ചേട്ടനും കേട്ടോ. ചെക്കൻ ഇത്ര നേരം ഉറങ്ങുകയാണത്, ഫുഡ് തോന്നുമ്പോൾ കണ്ണും തള്ളിയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ഡബ് ചെയ്യുമ്പോഴും ഇങ്ങനെ കേൾക്കുന്ന സൗണ്ട് എൻ്റെ ചെക്കൻ്റെ തന്നെയാണ് കേട്ടോ. അവൻ്റെ സൗണ്ട് ഇല്ലാതെ എനിക്ക് എവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമലാൻ നോക്കിയിട്ട് കമലാൻ പറ്റാണ്ടിരുന്നപ്പോൾ അതേ ഇരുന്ന് കരയണതാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ. ഒരു പീസ് ഫ്രൈഡും ഒരു പീസ് നോർമൽ നമ്മുടെ സാധാ പോലെയായിരുന്നു. നൈറ്റ് 10 മണിക്ക് പൊട്ടിയിരുന്ന ബിരിയാണിയാണ് കേട്ടോ. എന്തോ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. എന്തോ ഒരു പേര് പറഞ്ഞു, ഒരു വെറൈറ്റി പേരാണ്. ആക്ച്വലി ഞാനത് മറന്നുപോയി. പക്ഷേ അടിപൊളി. ചാലക്കുടിയിൽ നിന്ന് ഞാൻ കഴിച്ച ബിരിയാണിയിൽ വെച്ച് നോക്കുമ്പോൾ ഹെവി ക്വാണ്ടിറ്റി അടിപൊളി. ഹെവി ക്വാണ്ടിറ്റി മീൻസ് എനിക്കൊന്നും ഇത് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. ഞാനും ഷെയർ ഇട്ടിട്ടാണ് കഴിച്ചത്. എങ്കിലും എനിക്ക് പറ്റിയില്ല കേട്ടോ കഴിക്കാനായിട്ട്. ആക്ച്വലി ഷേക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ കെയർ ചെയ്തെങ്കിലും ഇപ്പം ഞാൻ ഡബ് ചെയ്യുന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. കാരണം ചെക്കൻ്റെ സൗണ്ട് മാത്രമേ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുള്ളൂ. എന്നാലും ഞാൻ ഡബ് ചെയ്യും. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഷേക്ക് കഴിക്കാൻ കയറിയ ഞാൻ ബിരിയാണിയിലെത്തി. പക്ഷെ നമ്മൾ ഷേക്ക് ഓർഡർ ചെയ്തു കേട്ടോ. അത് കുടിക്കേണ്ടതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബിരിയാണിയെ കഴിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ലോണം വയറ്റിൽ സ്പേസും ഉണ്ടായി. പക്ഷേ ആ സ്പേസ് ഫുള്ള് ഗ്യാസായിട്ട് മാറിയെന്ന് മാത്രം. ആൻഡ് ഏറെക്കൂടെ ഞാൻ ചേട്ടനും കൊടുത്തു. ചേട്ടൻ കുറച്ചാണ് കഴിച്ചത് കേട്ടോ. കാരണം കുട്ടീനെ കയ്യിലെടുക്കണതുകൊണ്ട് ചേട്ടന് കൈക്ക് കഴിക്കാൻ പറ്റാറുണ്ട്, സ്പൂൺക്ക് കഴിച്ചു. ഇപ്പോൾ അവൻ ആക്ച്വലി കരയുന്നതല്ല ഞാൻ ഈ ഡബ്ബ ചെയ്യുമ്പോൾ. അവൻ കളിച്ച് അവന് തിരിയാൻ പറ്റാണ്ട് അവൻ കരയണതാണ് കേട്ടോ. ഇത്ര നേരം എൻ്റെ കൂടെ കളിക്കുകയായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് കണ്ടാൽ അപ്പം അവൻ കരയും. അങ്ങനെയാണ് എൻ്റെ ചെക്കൻ. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചെക്കനെയും പൊക്കിയിട്ട് ഇനി നേരെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഞാൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഹോട്ടൽ ഫുഡ് മാർട്ട് അല്ലേ. ഇപ്പോഴാണ് ഇവിടെ വേറെ എന്തോ ഒരു പേരുണ്ട് കേട്ടോ. ആ ഒരു പേര് ഏതായിരുന്നു? അപ്പോൾ ആ ഒരു പേരും കൂടി ഉണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ പേര് മറന്നുപോയി. പക്ഷേ ഇനി എന്തായാലും അവിടേക്ക് പോകണം. നേരെ നമ്മൾ ഒരു ½ ആൻ അവർ ട്രാവൽ ചെയ്ത് പാതിരാത്രിക്ക് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ കിടക്കുമ്പോൾ ചെക്കൻ നല്ല ഹാപ്പിയാണ്. സോ ഇനി നെക്സ്റ്റ് നമ്മുടെ വിഷുവാണ്. ഇനി ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കും. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ബൈ.